എന്താ പൊക്കളം ആ സ്റ്റോപ്പ് ഇവിടെ പോണ്ട क्या भैया हिंदी പൊക്കടാ എടുത്തു എന്താ ഇതൊരു ഫോണിക്കളി എന്താ പൊക്കട പൈസ ഏത് പൈസ ഏത് പൈസ ഏത് പൈസ പൈസ മനു അണ്ണാ എടാ ഞാൻ അവന് പറഞ്ഞു കൊടുത്തില്ലേ അതെന്റെ അനിയന എന്റെ അനിയന അനിയനാണെയും കൊന്നോടാണ് കാശറ കളിക്കാൻ ഇത് കുറവാണല്ലോടാ ഇപ്രാവശ്യം ക്ഷമിക്കണം കച്ചവടമൊക്കെ മോശമാണ് അടുത്ത ആഴ്ച ഇമാര് വർത്താനം പറഞ്ഞല്ലോ അല്ല അടുത്ത ആഴ്ച കേടു ഈ അടുത്ത ആഴ്ച വർത്താനം പറയാന്നുണ്ടല്ലോ കേറ്റുകളെ ഞാൻ അടുത്ത ആഴ്ച അണ്ണാ എന്താ നോക്കിക്കോ പോടാലോ എന്താ പോക്കട ആ നമ്മളു അതെന്നാ വർത്താനാ നീ പറയണേ നീ എന്നെ അങ്ങനെയാണെന്ന് വിചാരിച്ചേ എങ്ങനെ എടി ഞാൻ ഇന്ന് വൈകിട്ട് കയറിയിരിക്കും എന്നും പറയണ പോലെയല്ല ഇന്ന് വൈകിട്ട് ഞാൻ കയറിയിരിക്കും വീട്ടിലെത്തും നമ്മൾ ഒന്നിച്ച ഫംഗ്ഷന് പോവും നീ പറഞ്ഞേക്കണേ മേക്കപ്പ് സാധനം മേടിച്ചിട്ടുണ്ടോന്നോ നീ പറഞ്ഞേക്കണേ ലിപ്സ്റ്റിക്ക് കൺമഷി പൊട്ട് ഇന്ന് അവിടെ കിട്ടില്ല അതിന് ക്വാളിറ്റി കുറവാന്നല്ലേ പറഞ്ഞേ ഞാനിവിടെ നിന്ന് മേടിച്ച് പോക്കറ്റ് ഇട്ടിട്ടുണ്ട് എടി മറക്കാതിരിക്കാൻ പോക്കറ്റ് തന്നെ ഇട്ടിട്ടുണ്ട് ഇന്ന് നീ ഞാൻ ഹോളിംബെല്ലയിൽ അമർത്തുമ്പോഴല്ലോ നീ വന്ന് കഥകു തുറക്കുമ്പോൾ പൊന്നു മോളെ ഞാൻ നിന്റെ ചുണ്ടത്ത് ലിപ്സ്റ്റിക്ക് ഇട്ട് തരും അടങ്ങി നിൽക്കടി അവിടെ നിൽക്കുക എന്നിട്ട് ഇച്ചിരിയും കൂടെ വരാനുണ്ട് ഈ ലിപ്സ്റ്റിക്കിന്റെ ക്ലാരിറ്റി എന്നാന്നറിയാമോ ഫംഗ്ഷന് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഇത്ര നല്ല ലിപ്സ്റ്റിക് ഇട്ട ഒരു പെണ്ണ് ആ ഫംഗ്ഷന് വന്നിട്ടുണ്ടാവില്ല അങ്ങനെ ഭംഗിയുള്ള ലിപ്സ്റ്റിക് ആയിരിക്കും ഇത് ആ പിന്നെ കൺമഷി എടി അവിടെ കിട്ടുന്ന കൺമഷി അല്ല ഇവിടുത്തെ കിട്ടുന്ന കൺമഷി ഇവിടുത്തെ കൺമഷിയുടെ പ്രത്യേകത എന്നറിയോ കയ്യിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ടച്ച് ചെയ്തിട്ടുണ്ടല്ലോ കണ്ണൊക്കെ എഴുതി കഴിഞ്ഞാൽ വരച്ചതാണെന്ന് തോന്നുന്നില്ല ഏറ്റവും ഭംഗിയാന്ന് പറയുമോ കൺപോളയുടെ താഴെ മുകളിൽ എഴുതുമ്പോഴത് അങ്ങനെ ഈ കൺമഷി വെച്ച് കഴിക്കാൻ ഭയങ്കര ഭംഗിയത് രണ്ട് കണ്ണിനകത്ത് എഴുതി കഴിഞ്ഞാൽ എന്നെ ഭംഗിയാന്നറിയാമോ ജയഭാരതി പോലെ ഇരിക്കും പിന്നെ പിന്നെ വേറെ കാര്യമുണ്ട് ഇത്ര ഭംഗിയായിട്ട് ഒരുങ്ങി എൻ്റെ പെണ്ണ് ഫംഗ്ഷന് ചെല്ലുമ്പോഴല്ലോ എൻ്റെ പെണ്ണിനെ ആരും കണ്ണു വെക്കാൻ ഞാൻ അനുവദിക്കില്ല രണ്ട് സൈഡിൽ നിന്നും കണ്ണു വെക്കാൻ ഞാൻ അനുവദിക്കില്ല പിന്നെ എപ്പോഴും ഞാൻ മറക്കാറുള്ളതാ പൊട്ട് കാരണം ഞാനെപ്പോഴും മറന്നു പോകണോണ്ടേ സാധനം ഞാൻ സെറ്റ് ചെയ്ത് വെക്കാം ഓക്കെ ഓക്കെ മൊത്തേ പിന്നെ വേറെ സാധനമുണ്ട് ഉഗ്രൻ ചീപ്പ് ഈ ചീപ്പ് വെച്ചിട്ടുണ്ടല്ലോ തല ഈരിക്കഴിഞ്ഞാണല്ലോ തല ഈരിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരിക്കും
ആ നോക്കണേതാ ഇനിയിപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് രസം കൊല്ലുന്നില്ല. ഞാൻ വീട്ടിൽ വരുന്നു, നമ്മൾ ഒരുങ്ങുന്നു, നേരെ ഫംഗ്ഷന് പോകുന്നു. ഓക്കെ ഇതാരുടെ പേര് ഈ കാലത്തിൽ ഈ കോലത്തിൽ നിങ്ങൾ ആ ഫോണൊന്ന് തരാമോ? ആ ഫോണൊന്ന് തരാമോ? ഇങ്ങനെ പിള്ളേരെ നേഴ്സറിൽ ഓർഡർ ഇല്ലാതെ ഒരുക്കി വിടുന്ന രീതിയിലുള്ള മേക്കപ്പ് മാത്രമേ ഉള്ളൂ, കയ്യിൽ ഫോണൊന്നും ഇല്ലേ? ഫോൺ കൊണ്ടോ? അയ്യോ ഹലോ, എൻ്റെ നടു വിളിക്ക് പിടിക്കണേ. തന്നാണോടാ? മണിയുണ്ടോ അവിടെ? മണിക്കെട്ടി ഇടിക്കാൻ പോകണോ? ആ മണീനെ എന്റെ കൈ കിട്ടിയാണ്ടല്ല, അവനിങ്ങനെ കുടിച്ചിട്ടിട്ട് അപ്പൊ അവൻ അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് കരയും. അപ്പൊ അവനെങ്ങനെ നേരെ പിടിച്ച് നിർത്തിയിട്ട് അവന്റെ അടിനാവി നോക്കി പറഞ്ഞിടിക്കും. അപ്പൊ അവൻ ഓടാൻ ശ്രമിക്കും. അപ്പൊ അവനിങ്ങനെ പിടിച്ചിട്ട് അവന്റെ നടുവ് നോക്കി പറഞ്ഞിടിക്കും. ആ അവനോടൊന്ന് പറഞ്ഞു കൊടുത്തേക്കാ. ഒരു അത്യാവശ്യത്തിന് വിളിച്ചതിന് ഫോൺ തന്നതിന് നന്ദി. താങ്ക് യു. എനിക്കിന്ന് വീട്ടിലേക്ക് വരാൻ പറ്റുമെന്ന് തോന്നണില്ല. കാരണം എൻ്റെ വണ്ടി ഒരു പാണ്ടി ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ചടി. അയ്യോ വേറെ ദുരുദ്ദേശം ഒന്നുമല്ല. വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഞാൻ ഒറ്റക്കല്ല എന്നൊരു തോന്നലുണ്ടാവും. ഇത് നോക്കുമ്പോ ഒരു കൂട്ടിനൊരാൾ അത്രേ ഉള്ളൂ. എന്റെ പെങ്ങളാ അല്ല എന്റെ അമ്മ ഇവിടെ എവിടെ ഉള്ള പെണ്ണാ? മാപ്പൊന്നും പറയണ്ട. നിങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് ചാടി വന്ന് ഫോട്ടോ എടുത്ത് എനിക്ക് ഒരുങ്ങാനോ പോസ് ചെയ്യാനോ ഒക്കെ പറ്റുമോ? ഞാൻ അതുകൊണ്ട് പറഞ്ഞതാ. അതാണല്ലേ? കുഴപ്പമില്ല. അപ്പൊ ശരി, അപ്പൊ എടുക്കാം. ഒന്ന് പോസ് ചെയ്തോട്ടോ കറക്റ്റായിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി വരുമ്പോ പറഞ്ഞിട്ടൊക്കെ വരണേ. പറഞ്ഞിട്ട് ടോപ്പി എന്ന് പറഞ്ഞു. ഉറഞ്ഞാണ്ടിരിക്കണ്ട, എന്നെ തല്ലിയല്ലേ എവിടെ വെച്ചിട്ടു. നീ കടക്കാര് പെണ്ണുങ്ങളുടെ ഫോട്ടോ എടുത്തോണ്ട് ജീവിതം എന്റെ ചേട്ടാ, എന്റെ കഷ്ടപ്പാടും ദുരിതവും ചേട്ടന് പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ എന്റെ കൂടെ കൂടിക്കോന്ന്. എന്റെ കൂടെ കൂടിക്കോ. ചേട്ടൻ എന്ത് കൊട്ടേഷനാ? ഞാനാ കൊല, പീഡനം, മോഷണം, പിടിച്ചോരെല്ലാം ഉണ്ട്. എന്റെ ഉന്നേട്ടാ ഞാനില്ല. ചേട്ടൻ എന്നെ മനസ്സിലാവാത്തോണ്ടറിയോ? മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദാനന്ദ ബിരുദം എടുത്തവനാണ് ഞാൻ. നീ എവിടെ നിന്ന് ബിരുദം എടുത്തിട്ടൊന്നും കാര്യമില്ല. തൽക്കാലം നമ്മൾ അതങ്ങ് മാറ്റും. നീ മഹാത്മാഗാന്ധി കോളനിന്ന് 50 പവനും 1 ലക്ഷം രൂപ മോട്ടിച്ചെന്ന് അങ്ങ് പറയുന്നു. അപ്പൊ നീ കൊട്ടേഷൻ ടീമിൽ രജിസ്റ്റർ ആവൂടാ. എന്റെ ജീവിതം മാറി മറിയും. നിന്റെ വീട്ടിൽ പോയിരുന്നു. എന്റെ വാടകപ്പം തരും. വാടക അടുത്ത മാസം തരാന്ന് ഞാൻ പറഞ്ഞല്ലോ. അടുത്ത മാസം വാടക എന്തായാലും ഞാൻ തന്നിരിക്കും. അതുപോലെ വന്നത്തെ മാസം അതിന്റെ അടുത്ത മാസം തരും. അത് കഴിഞ്ഞിട്ടുള്ള 2 മാസം തരാനുണ്ടല്ലേ. ആ മാസം വാടക എന്ത് കഴിഞ്ഞാലും ഞാൻ 3 മാസം കഴിഞ്ഞിട്ട് ആ വാടക തരും. മനസ്സിലല്ലേ? അങ്ങനെ 6 മാസത്തെ വാടക ഉണ്ട്. 6 മാസത്തെ വാടകയുടെ കാര്യം ഓർത്ത് ചേട്ടൻ ടെൻഷൻ വേണ്ട. 2 വർഷത്തിനുള്ളിൽ ഈ 6 മാസത്തെ വാടകയും തരും. ആ 2 വർഷത്തെ വാടക ഉണ്ടല്ലോ അതും തരും. അല്ലേ? അതിന്റെ വാടക മേടിക്കും. നീ കഴിഞ്ഞ മാസം വാടക തന്നോടാ. ആ നിന്റെ വാടക മേടിക്കണം. നിനക്ക് വീട് കാണത്തുള്ള 6 മാസം വാടക തരാണ്. നിന്റെ വാടക മേടിക്കും. നിന്റെ പൈസ മേടിക്കൂടാ. മേടിച്ചോ, ഞാൻ തന്നോളാം. ശരി ശരി ഓക്കെ വിട്ടോ. പോക്കറ്റിൽ മണിയില്ല, ഉള്ള മണി പോവുകയും ചെയ്തല്ലേ. ആ അതേടാ, നമുക്ക് കൊട്ടേഷൻ തന്ന ആള് തന്നെ ഉണ്ട്.